നമ്മളിപ്പോ കേരളത്തിലെ ഒരു വലിയ സംഭവമായിട്ട് എടുത്തിരിക്കുകയാണ്. പക്ഷെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് എന്താ വെച്ചാൽ 14 മുഖ്യമന്ത്രിമാർ BJPയുടെ കോൺഗ്രസ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഈ സെക്യുലർ സൈഡിലോട്ടോ കൂറുമാറി വന്നിട്ടുണ്ടേ. അതിൽ കല്യാൺ സിംഗ് ഉണ്ട്, ശങ്കർ സിംഗ് വഗേല ഉണ്ട്, അങ്ങനെ ഒരുപാട് 14 പേരുണ്ട്. അതിനടുത്ത് ഫുൾ ലിസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഉമാഭാരതി ഉണ്ട്. പക്ഷെ അത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് രാജേഷിനോട് ഒരു ചോദ്യമുള്ളൂ. ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ തെറ്റാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഹിന്ദുത്വ അജണ്ട 100 വർഷമായിട്ട് കൊണ്ടുനടന്ന് കാക്കി ട്രൗസറിൽ നിന്ന് കാക്കി പാൻസിലോട്ട് ഈ മാർച്ചും ബാൻഡും നമ്മൾ പറഞ്ഞ ഡിസിപ്ലിനും ഒക്കെ കൂടെ ഉള്ള ഈ പാർട്ടി ഈ തരത്തിൽ ആൾക്കാരെ കൂറുമാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അതിന്റെ ആദർശപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? കോൺഗ്രസിനെ മാതിരില്ല ഞാൻ സമ്മതിക്കുന്നു. കാരണം കോൺഗ്രസ് ഒരു ഹോൾഡ് ഓളാണ് എല്ലാവർക്കും. ഇനി എനിക്ക് തന്നെ രാജ്ഭൂയ നേർക്കറിയാം, എനിക്ക് ഏത് വേദിയിലും വന്നിരുന്നിട്ട് കോൺഗ്രസിനെ ക്രിട്ടിസൈസ് ചെയ്യാം. പിറ്റത്തെ ദിവസം ഒരു കോൺഗ്രസ്സുകാരൻ എന്നെ കല്ലെറിയാനൊന്നും വരാറില്ല. ഞങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, അവരെപ്പോൾ എടുത്താറുണ്ട്. അപ്പൊ ചോദ്യം വളരെ സിമ്പിളായിട്ട് വരാൻ പോകും. ആ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ സന്ദീപ് വാര്യർ തിരിച്ചു പോയാൽ BJPയിലോട്ട് BJP തിരിച്ചെടുക്കുമോ? കാരണം കല്യാൺ സിംഗിന് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് അതുമാതിരിയുള്ള ജഗദീഷ് ഷട്ടർ, കാരണം മുഖ്യമന്ത്രി ആയിരുന്ന ആള്, അദ്ദേഹം കർണാടകയിൽ കൂറുമാറി കോൺഗ്രസിൽ പോയി തോറ്റു കഴിഞ്ഞ ഉടനെ തിരിച്ച് കൂറുമാറി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ ഇല്ലയോ? ഇതാണ് കാതലായിട്ട് എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യം. കാരണം അത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ മൂല്യങ്ങൾക്ക് ക്ഷതമേറ്റു പോവുകയല്ലേ ഇങ്ങനെ ആൾക്കാർ വരെയും പോവുകയും ചെയ്താൽ എന്നുള്ള ഒരു കാരണം. മറ്റേതൊരു ഞാൻ പറഞ്ഞ ഒരു ഹോൾഡാണ്, ഒരു മൂവ്മെന്റ് മാത്രമാണ്. കോൺഗ്രസ് ഒരു വികാരം മാത്രമാണ്. CPM-ഉം BJP അങ്ങനെയല്ല, ഒരു കേഡർ ഓറിയന്റഡ് പാർട്ടികളാണ്. ആ കേഡർ ഓറിയന്റഡ് പാർട്ടികളിലോട്ട് ഇത്തരത്തിൽ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോയി, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അൻവർ പോയത് കണ്ടല്ലോ, ഇപ്പൊ സെറീൻ പോയത് കണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ഈ കേഡർ പാർട്ടികൾക്ക് എന്ത് തരത്തിലുള്ള മൂല്യ തകർച്ച ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശ്രീ VV രാജേഷ്, ഇപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാട് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് ഈ പോക്ക് പോയില്ലായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം 21-ാം തീയതി രാവിലെ നിങ്ങൾ ചെവിക്ക് പിടിച്ചെടുത്ത് പുറത്തു കളയില്ലായിരുന്നോ? അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ ചർച്ചയിൽ ചോദിച്ചാലേ ഞാൻ എന്ത് പറയാനാ? ഇവിടെ 2 കാര്യങ്ങളെ ഞാൻ മറുപടി പറയാം. ഒന്ന് ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞല്ലോ, ഇത് കേരളത്തിൽ അത്ര വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞ് മറ്റു പലരും പോയതും വന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയപ്പോഴേ പറഞ്ഞത് നമുക്കിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറുവാ സംഘമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞ് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ രാജു കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നാര് വീട്ടിൽ പോകണമായിരുന്നു. സർ, ദിസ് ഈസ് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. അത് നിങ്ങൾ കോൺഗ്രസിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തോളൂ. ഇതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, JP നഡ്ഡ എന്താണ് ചെയ്യേണ്ടത്, അമിത്ഷാ എന്താണ് ചെയ്യേണ്ടത്, അതിൽ ആരൊക്കെ വേദിയിലിരിക്കണം, ആരൊക്കെ സദസ്സിലിരിക്കണം, ആരൊക്കെ നിലത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കണം, ആരൊക്കെ സ്റ്റേജ് ചെയ്യണം, ഈ സിസ്റ്റം ഉണ്ട് സാർ. ഇതിൽ ഈ പാർട്ടിയിൽ ഒരു കാര്യം വരുമ്പോൾ ആരോട് സംസാരിക്കണം. ഞങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് മാറി കോൺഗ്രസിന്റെ നേതാവ് ചെയ്തതുപോലെ ആയാൽ പിന്നെ ഞങ്ങളുടെ പാർട്ടി അല്ലാതെ മാറൂല്ലേ? പാലക്കാട് സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ, ഞാൻ പാലക്കാട് ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞത് കെ സുരേന്ദ്രൻ ഇത് പരിഹരിക്കും തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നാണ്. അതായത് കെ സുരേന്ദ്രൻ ഇടപെട്ടാൽ അത് പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി? അതെ കെ സുരേന്ദ്രൻജിക്ക് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കോൺഗ്രസിന്റെ സംഘടനാ സിസ്റ്റം വെച്ചോണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നത്. ശ്രീ കെ സുരേന്ദ്രൻജിക്ക് എങ്ങനെയായി പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുന്നത്? കെ സുരേന്ദ്രൻജി ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം. ഇത് പറയുന്നത് മാധു, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ കാര്യങ്ങൾ പറയുന്നത് VV രാജേഷ് ആണെങ്കിലും ജില്ലാ പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. ആ തീരുമാനമെടുക്കുന്നത് 4, 5, 10 പേർ ചേർന്നിട്ടാണ്. കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് കെ സുരേന്ദ്രന്റെ ബുദ്ധിയിൽ ഉദിച്ചിട്ട് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് സാധിക്കില്ല. അങ്ങനെയല്ല. നിങ്ങളൊക്കെ സംസ്ഥാന BJP പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാവരും കെ സുരേന്ദ്രൻ ഒറ്റയ്ക്കല്ല ഒരു കാര്യം തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ തീരുമാനം നടപ്പിലാക്കുമ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞങ്ങൾ ഒരുമിച്ച് നേരിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പാർട്ടിയുടെ സിസ്റ്റത്തിൽ ചർച്ച ചെയ്തു. ആ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻജി നേരിട്ട് വിളിക്കുകയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പോവുകയും ചെയ്ത്. അത്ര മാത്രമേ ഇതിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂന്നേ. അതിലപ്പുറം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 35 കൊല്ലം സംഘടനാ പ്രവർത്തനം നടത്തിയ ആളിനേക്കാൾ
2 ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നു. എൻ്റെ തലയ്ക്ക് അഹങ്കാരം പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. അല്ലെങ്കിൽ ഞാൻ എന്നേ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വേണ്ടി വന്നേ. അതുകൊണ്ട് അല്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ തിരിവ് സന്ദീപിന് ഇല്ലാതെ പോയെന്നാണോ? അന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ചർച്ചയിൽ എനിക്കില്ലെന്ന്. അതെങ്കിലും എനിക്ക് താമാതു. എന്റെ കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ എനിക്ക് ഈ ചർച്ചയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണെങ്കിൽ തുറന്നു പറയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങ് ആവർത്തിച്ചത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ താങ്കൾക്ക് വ്യക്തമായി പിന്നെ എന്തിനാ എൻട്ര ചോദിച്ച എന്റെ സമയം കളയുന്നത്? താങ്കൾക്ക് വ്യക്തമാക്കി പിന്നെ എന്തിനാ എൻട്ര ചോദിച്ച ഞാൻ എന്റെ അനുഭവം അല്ല ഞാൻ എൻ്റെ സ്വഭാവം, എൻ്റെ രീതി എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇനി ഡോക്ടർ ഫസൽ ഗഫൂർ വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചതിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ തിരിച്ചറിയണം. ഒരുപാട് പേർ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ പോലെയല്ല, BJP-യിലും ഇടതുപക്ഷത്തിലും വരുമ്പോൾ നിങ്ങളുടെ മൂല്യം ഇങ്ങനെ മറ്റുള്ള ആശയങ്ങൾ വിശ്വസിച്ചുള്ള ആൾക്കാർ വരുമ്പോഴേക്കും നിങ്ങളുടെ മൂല്യം മാറി, നിങ്ങൾ ഡൈല്യൂട്ട് ആയി പോകില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. വളരെ നല്ലൊരു ചോദ്യമാണ്. എനിക്കും ആ ചോദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയമല്ല, ഇന്ത്യൻ രാഷ്ട്രീയവും ലോക രാഷ്ട്രീയവും ശ്രദ്ധിക്കുന്ന പഠിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിനോട് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് ശക്തമായി പറയാൻ മടിയില്ലാത്ത, ഞങ്ങളോട് വിയോജിക്കാനും കലഹിക്കാനും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയാൻ മടിയില്ലാത്ത ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ചോദ്യത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, സർ, അങ്ങ് ഞങ്ങളുടെ 1925 മുതലുള്ള സംഘടനാ പ്രവർത്തനം പഠിച്ചിട്ടുള്ള ആളാണല്ലോ. ഇപ്പം നിക്കറിന്ന് പാൻറ്റിലോട്ടായത് ഉൾപ്പെടെ അങ്ങ് പറഞ്ഞല്ലോ. അതല്ല, അതിനിടയ്ക്ക് വേറെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ അത് മാത്രം കാണണ്ട. ഞങ്ങൾ 25-ൽ പറഞ്ഞു തുടങ്ങിയത് ഇന്ന് വരെ രാഷ്ട്രീയ സ്വയംസേവക സംഘം 1 ഇഞ്ച് അതിൽ നിന്നും മാറിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റു പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമിയെ സഹായിക്കാൻ ഉൾപ്പെടെ RSSനെ വിളിച്ചപ്പോൾ പോലും ഇന്ന് വരെ ഞങ്ങൾക്കൊരു വ്യത്യാസം ജവഹർലാൽ നെഹ്റു വിളിച്ചില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റില്ലോ. ഇനി കംപ്ലീറ്റ് ചെയ്യട്ടെ. BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ, മുൻ PCC പ്രസിഡന്റുമാർ, മുൻ മുഖ്യമന്ത്രിമാർ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 1950-ൽ സാർ ജനസംഘം ഉണ്ടായത് മുതൽ ഇന്ന് വരെ BJP പറഞ്ഞതിൽ നിന്ന് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? ഞങ്ങൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക വകുപ്പ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മാറ്റിയില്ലേ? ഞങ്ങൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾ CAA പറഞ്ഞു, നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾ വഖഫിൻ്റെ കാര്യം പറയുന്നു, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ലേ? ഞങ്ങൾ പ്രതിരോധ രംഗത്തെ കാര്യം പറയുന്നു, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ലേ? പലരും ഈ പ്രസ്ഥാനത്തോട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരിടത്തും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ വെള്ളം ചേർക്കുകയില്ലെന്നേ. അതുകൊണ്ട് പലരും BJP-യിലേക്ക് ചേർന്നതുകൊണ്ട് ഞങ്ങളുടെ ആശയം ഡൈല്യൂട്ടായി പോകില്ലേ എന്ന ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ ഡോക്ടറെ, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു ഡോക്ടറെ, 10-75 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തന ചരിത്രം വെച്ചിട്ട് ഞാൻ പറയുന്നു, ഞങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആവില്ല. അങ്ങ് പറഞ്ഞോളൂ, ഞാൻ അങ്ങയ്ക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിത്തരാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസും CPM നിങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളതെന്നേ. അപ്പൊ അവരും ആ നിലപാടിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യം രാജേഷ് പറഞ്ഞ CAA, അയോധ്യ തൊട്ടിട്ട് കാശ്മീർ തൊട്ടിട്ട് മറ്റേ വഖഫ് തൊട്ടിട്ട് ആ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസും വലിയ വില കൊടുത്തു. അവരും ഡൈല്യൂട്ട്. എനിക്കൊരു 30 സെക്കൻഡ് തരണേ. കോൺഗ്രസും CPM ഡൈല്യൂട്ട് ആയില്ല എന്നുള്ള ഏറ്റവും വലിയ ഡൈല്യൂഷൻ ഞാൻ പറയാം. ഇന്ത്യയുടെ ഭരണഘടന എഴുതിയപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നിലപാടിൽ നിന്നും മാറിയിട്ടില്ല. പക്ഷേ ഞങ്ങളോടൊപ്പം ലക്ഷക്കണക്കിന് ജനങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ത്രിവർണ്ണ നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണെന്ന്. ഓഫീസിൽ ആ പതാക ഉയർത്തുകയും ഈ രാജ്യത്തിന്റെ മാറി. ഇതിൽ കൂടുതൽ RSSന്റെ ആശയത്തിൽ അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയാം. ചോദിക്കട്ടെ, പിന്നെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ ഈ ഇതൊക്കെ ഈ രാജ്യത്ത് സംഘടനയുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും BJP-യുടെയും രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയ നരേന്ദ്രമോദി നിങ്ങൾ ലോകത്തിലെ ചർച്ചയായിട്ടുണ്ട്. അതിൽ കാരവനൊക്കെ പറയുന്ന ഫാക്ട് ചെക്ക് ഒക്കെ നടത്തി പറയുന്ന കാര്യങ്ങളിൽ ഇത് ആർക്കൈവ്സിൽ ഇതുപോലെ ഒരു കാര്യത്തിന് സ്ഥിരീകരണമില്ല, ഇതൊരു അവകാശവാദം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ വരും ദിവസങ്ങളുണ്ടെങ്കിൽ BJP പുറത്തുവിടുകയും ചെയ്യട്ടെ. എന്തായാലും സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ കടമാറ്റം
കൂടുമാറ്റം ഒക്കെയാണ് ഇന്ന് വലിയ ചർച്ചയാവുന്ന ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും മുന്നോട്ട് പോകുന്ന ഒരു വിഷയം തന്നെയാണ്. അതിൽ ലാഭമാർക്ക് നഷ്ടമാർക്ക് എന്ന് തെരഞ്ഞെടുപ്പ് ദിനം വിധിയെഴുതട്ടെ. വളരെ